ഹലോ കൂട്ടുകാരെ, പെറ്റ്സ് ആൻഡ് അഗ്രിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അലങ്കാര മത്സ്യ വളർത്തൽ രംഗത്ത് അപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്ന് നമ്മുടെ ഗപ്പിയാണ്, ഹൈബ്രിഡ് ഗപ്പികൾ. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത്, അതോ ഗപ്പിയുടെ കൂടെ തന്നെ നമുക്ക് കൂട്ടാവുന്നതാണ് നമ്മുടെ ഫൈറ്റർ ഫിഷുകൾ, അഥവാ ബെറ്റ ഫിഷുകൾ എന്നൊക്കെ പറയും. അപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട്, അല്ലെങ്കിൽ അക്വേറിയം ഷോപ്പുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഫൈറ്റർ ഫിഷിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ഈ ഫൈറ്റർ ഫിഷിനെ വീട്ടിലേക്ക് വളർത്താൻ കൊണ്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മുടെ മിക്കവാറും അക്വേറിയം ഷോപ്പിൽ നിന്നും കിട്ടുന്ന ഫൈറ്റർ എന്ന് പറയുന്നത് മെയിലായിരിക്കും. കാരണം മെയിലാണ് കൂടുതൽ അട്രാക്ഷൻ, കാണാൻ കൂടുതൽ ഭംഗിയുള്ളത് മെയിൽ തന്നെയാണ്, അതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന ഫൈറ്റർ ഫിഷുകൾ നമ്മൾ ഒരു 1-2 ആഴ്ചയൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അവർ ഫിൻസ് വിരിക്കുന്നില്ല. അപ്പോൾ അവർക്കൊരു ഉഷാറില്ലാത്ത പോലെയൊക്കെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സംശയം തോന്നാം, ഇവർക്ക് എന്തോ വയ്യാഴികയൊക്കെ വന്നിട്ടുണ്ടോ, ചത്തുപോകുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങുമ്പോൾ, ബീറ്റ ഫിഷിനെ വാങ്ങുമ്പോൾ 2 എണ്ണത്തിനായിട്ട് വാങ്ങുക. അപ്പോൾ ശരിക്കും 2 എണ്ണത്തിനോട് ഒരുമിച്ചിടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. 2 എണ്ണത്തിനോട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് മെയിലും ഫീമെയിലും ആയാലും മെയിലും ആയാലും രണ്ടുപേരും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചത്തുപോകാറുണ്ട്. അപ്പം ഫീമെയിലിനെ ഇടാൻ കുഴപ്പമില്ല, അവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ അങ്ങനെ അക്വേറിയത്തിൽ ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുങ്ങൾക്ക് ഭംഗി കുറവാണ്. അത് ഫിൻസൊക്കെ വളരെ ചെറിയ ഫിൻസാണ്, അതിൽ മെയിലിൻ്റെ അത്ര എന്തുവരും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഫിൻസ് വിരിക്കാതിരിക്കുന്നതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു മെയിലിനെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെയിലിനെ കൂടെ കൂടുതലായിട്ടോ, അല്ലെങ്കിൽ ഒരു മെയിലും ഒരു ഫീമെയിലും ആയിട്ടോ വാങ്ങുക. ഫീമെയിലുമായിട്ട് വാങ്ങിയിട്ട് 2നെയും സെപ്പറേറ്റ് ആയിട്ട് ഇടുക. സെപ്പറേറ്റ് മെയിൽ എപ്പോഴെങ്കിലും ഊർജ്ജസ്വലത കുറവ് കാണിക്കുകയാണെങ്കിൽ, അഥവാ ഒരു എനർജി ഇല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ ഫിൻസ് വിരിക്കാതെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഫീമെയിലിനെ ഇട്ടിരിക്കുന്ന ബൗള്, അല്ലെങ്കിൽ അത് ചെറിയ ഗ്ലാസ്സിലൊക്കെ ആയിരിക്കും, അപ്പോൾ ആ ഗ്ലാസ് ബൗള് എടുത്ത് മെയിലിനെ ഇട്ടിരിക്കുന്ന അക്വേറിയത്തിൻ്റെ സൈഡിലേക്ക് വെക്കുക. അപ്പോൾ സൈഡിലേക്ക് വെക്കുമ്പോഴത്തേനും ഇത് ഈ ഫീമെയിലിനെ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന മെയില് അതിൻ്റെ ഫിൻസൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെയിലിന് സ്ട്രെസ്സായിട്ട് അത് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ചിത്രം കാണിച്ചുതരാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ഫിഷ് എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഇങ്ങനെ മെയിലിനെയും ഫീമെയിലിനെയും കൂടെ അടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല പ്രായപൂർത്തിയായ മെയിലുകളാണെങ്കിൽ അക്വേറിയത്തിനകത്ത് ബബിൾ നെസ്റ്റുകളൊക്കെ ഉണ്ടാകും. അത് കാര്യമാക്കണ്ട. നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ബ്രീഡിങ്ങും ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ബ്രീഡിങ്ങിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾക്ക് ഈ ടിപ്സ് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അഥവാ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.